പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ മീനു തിരിച്ചറിയുകയാണ്, തൻ്റെ കൂടെ നിന്നുകൊണ്ട് മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു ചിന്താമണി എന്ന സത്യം. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതോടെ കാര്യങ്ങൾ ചിന്താമണിയോട് തന്നെ നേരിട്ട് പോയി ചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ. ഇതിൻ്റെ ഭാഗമായി ചിന്താമണിയുടെ മുന്നിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ചിന്താമണി, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന ചിന്താമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. സത്യങ്ങളെല്ലാം ഇവൾ അറിഞ്ഞു കഴിഞ്ഞു എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇതോടെ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ പറയൂ, എന്താണ് സംഭവിച്ചത്? ചിന്താമണി, നീ വെറുതെ ഉരുണ്ട് കളിക്കരുത്. നീയാണ് ഇപ്പോൾ എന്നെ പറ്റിയും സൂരജിനെ പറ്റിയും അപവാദം പറഞ്ഞു പരത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്ത്? ഞാനോ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? അത് തന്നെയാണ് എനിക്കറിയേണ്ടത്. നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? സൂരജുമായി ഞാൻ ഇഷ്ടത്തിലാണ് എന്നുള്ള കാര്യം നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? നിനക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുക? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് ചോദിക്കുന്നത്. അല്ലാതെ ഒന്നും കൊണ്ടല്ല. മനസ്സിലായോ? നീ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന്. ഇതോടെ ചിന്താമണി സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. അതെ, നീ കാണിച്ചതെല്ലാം സത്യം തന്നെയാണ്. ഞാൻ തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട്. എന്ത് ന്യായം? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? കാരണം എനിക്ക് സൂരജിനെ ഇഷ്ടമാണ് എന്നത് തന്നെ. സൂരജേട്ടനെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. ആ സ്വപ്നം ഞാൻ പണ്ടു മുതൽക്കേ കണ്ടു തുടങ്ങിയതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അത് നീ മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന മീനുവാകട്ടെ, ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. നിനക്കത് മനസ്സിലായില്ല എന്ന് വേണം പറയാൻ. ഞാൻ പലതവണ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതാണ് സൂരജേട്ടന് മുന്നിൽ. പക്ഷേ നീ കാരണം സൂരജേട്ടൻ അത് അവഗണിക്കുകയായിരുന്നു. എന്ത്? ഞാൻ കാരണമോ? ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല അല്ലേ? സൂരജേട്ടന് എപ്പോഴും നീ മതി. മീനു മീനു മീനു. സൂരജേട്ടൻ്റെ മുത്തശ്ശിയും അതുപോലെ തന്നെയാണ് പോകുന്നത്. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതൊന്നും ആർക്കും അറിയണ്ട. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. അതെങ്ങനെ ശരിയാകും? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഇതൊന്നും ശരിയല്ല. ഇത് കേട്ടതിനെ തുടർന്ന് മീനു ആകെ പകച്ചു പോവുകയാണ്. നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു സ്നേഹമുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ സൂരജേട്ടൻ്റെ അടുത്തേക്ക് നീ വരാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. സൂരജേട്ടൻ എൻ്റേത് മാത്രമാണ്. മറ്റൊരാൾക്കും സൂരജേട്ടനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് സത്യം. പ്രത്യേകിച്ച് നീ എൻ്റെ സൂരജേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് പലതവണ വാണിംഗ് നൽകിയത്. പക്ഷേ നീ അതെല്ലാം സൗകര്യപൂർവം അവോയ്ഡ് ചെയ്ത് മുന്നിലേക്ക് പോവുകയായിരുന്നു. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലായോ?
ഇത് കേട്ടതിനെ തുടർന്ന് സൂരജിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം നീ ചോദിച്ചിട്ടുണ്ടോ? ചിന്താമണിയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചുപോയിരിക്കുകയാണ് അവൾ. ഇതേ തുടർന്ന് എന്തായാലും ഞാൻ സത്യങ്ങൾ അറിയുക തന്നെ ചെയ്യും, സൂരജിന്റെ തീരുമാനമാകട്ടെ അവസാനത്തേത് എന്ന് അറിയിച്ചിരിക്കുകയാണ് മീനു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.